CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 5 ദിവസം കൂടി കനത്ത മഴ തുടരും. ശക്തമായ തിരമാലകൾക്കും കനത്ത കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിൽ ജാഗ്രത. അതിശക്തമായ കാറ്റിൽ കുന്നംകുളം പാറയിൽ മാർക്കറ്റിൽ മരക്കൊമ്പ് പൊട്ടിവീണു. അപകടത്തിൽ ഒരു കട പൂർണ്ണമായും 2 കടകൾ ഭാഗികമായും തകർന്നു. ആർക്കും പരിക്കില്ല. ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമായില്ല. കേരളത്തിൽ ബലിപെരുന്നാൾ ജൂൺ 7 ബുധനാഴ്ച ആഘോഷിക്കും. മാസപ്പിറവി ദൃശ്യമാവാത്തതിനെ തുടർന്ന് ദുൽഖഅദ് മാസം 30 പൂർത്തിയാക്കി മെയ് 29 ദുൽഹജ്ജ് 1 കാളിമാർ അറിയിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ MLAയുടെ കോലം കത്തിച്ച് പ്രതിഷേധം. കർഷകരെയും തീരദേശവാസികളെയും ദുരിതത്തിലാക്കി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നിർമ്മാണം അട്ടിമറിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരളി പെരുന്നെല്ലി MLAയുടെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിരം പ്രവർത്തന സജ്ജമാക്കാതിരുന്നത് ഭരണപക്ഷത്തിന്റെ കെടുകാര്യസ്ഥതയെന്ന് മുൻ MP TN പ്രതാപൻ. പഞ്ചായത്തിന്റെ നിലവിലുള്ള കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അകലാട് ബദർപള്ളി സെന്ററിൽ കണ്ടെയ്നർ ലോറി റോഡരികിലെ ട്രാൻസ്ഫോമറിലിടിച്ച് അപകടം. വൈദ്യുതി കേബിൾ ഇന്റർനെറ്റ് സംവിധാനം തകരാറിലായി. പിറകോട്ടെടുത്ത ലോറിയിടിച്ച് പെരുമ്പിലാവ് കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന്റെ കവാടവും മതിലും തകർന്നു. പ്രദേശത്തെ സ്കൂളുകളിലേക്ക് യൂണിഫോം വിതരണം ചെയ്യുന്നതിനായി എത്തിയ ലോറി പിറകോട്ടെടുക്കുന്നതിനിടയിൽ കവാടത്തിൽ കുടുങ്ങുകയും തുടർന്ന് മതിൽ തകരുകയുമായിരുന്നു. പഴഞ്ഞി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, കുന്നംകുളം നഗരസഭാ പരിധികളിലെ ആരോഗ്യമേഖലയിൽ നിന്ന് വിരമിക്കുന്ന പ്രവർത്തകർക്കായി സ്നേഹസംഗമം നടത്തി. 2024-25 വാർഷിക പദ്ധതി ചെലവ് പുരോഗതിയിൽ ജില്ലയിലെ മികച്ച തദ്ദേശ സ്ഥാപനത്തിനുള്ള ആദരം കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവരിൽ നിന്ന് ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഏറ്റുവാങ്ങി. എളവള്ളി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവൃത്തികൾ ഓംബുഡ്സ്മാൻ സന്ദർശിച്ചു. പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഓംബുഡ്സ്മാന്റെ സന്ദർശനം. SSLC, +2, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഴഞ്ഞി ചിറക്കൽ ഷാപ്പ് റോഡിൽ 50 വയസ്സുകാരനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പേരോത്ത് പരേതനായ പാറൻ മാധവി ദമ്പതികളുടെ മകൻ 50 വയസ്സുള്ള മോഹനനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടിന്റെ പേരിൽ CPM-നെയും നേതാക്കളെയും വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉയർത്തി വേട്ടയാടുന്ന കേന്ദ്ര ഏജൻസിയായ EDയുടെ നീക്കത്തിനെതിരെയെന്ന മുദ്രാവാക്യമുയർത്തി വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു. ഗുരുവായൂരിനെ ഇരുട്ടിലാക്കുന്ന KSEBയുടെ അനാസ്ഥയ്ക്കെതിരെയെന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം ലീഗ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. അഞ്ഞൂർ കോട്ടപ്പടി റോഡിൽ പഞ്ചായത്ത് കിണറിന് സമീപം ഭക്ഷണാവശിഷ്ടങ്ങൾ റോഡിൽ വലിച്ചെറിഞ്ഞത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് രാത്രി സമയങ്ങളിൽ മാലിന്യം തള്ളുന്നത്. വടക്കാഞ്ചേരി കുന്നംകുളം പാതയുടെ ഇരുവശങ്ങളിലായി യാത്രികർക്ക് ഭീഷണിയായി നിൽക്കുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റണമെന്ന് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പഴഞ്ഞി അയ്യന്നൂരിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അയ്യന്നൂർ ആശാൻകുന്ന് കൊടിയാട്ടിൽ അപ്പുക്കുട്ടൻ മകൻ ബാലചന്ദ്രനെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.